പ്രേതങ്ങളുടെ മഹാസമ്മേളനം. ശ്രേയ ടീം സൂപ്പർ ആയിരുന്നു ചേച്ചി. എന്തോരം പ്രേതങ്ങളല്ലേ. ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രേതങ്ങളും ഉണ്ട്. രണ്ട് പ്രേതങ്ങൾ ട്വിൻസ് ആണോ? അതെ ആണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ പാറു സൂപ്പറായിരുന്നു. എല്ലാരും കൂടെ ചേർന്ന് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എനിക്ക് മനസ്സിലാവാത്ത ഒറ്റ കാര്യമുള്ളൂ, ഇതെന്താണ് ഒരു സാധനം കിടന്ന് ഇതിങ്ങനെ അനങ്ങുന്നുണ്ട്. എനിക്കിതൊന്ന് അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ശ്രേയയുടെ പെർഫോമൻസിൽ വന്ന ഈ മരത്തിനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. റെഡി? ഹലോ, ഇതിൽ ആരെങ്കിലും ഉണ്ടോ? അവളുടെ പേരെന്താ? ബെൽസി. ബെൽസി കിടിലം. എന്തായാലും സൂപ്പർ ആക്ട്. ശ്രേയ, എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തു. അതെ, ആദ്യം ഞങ്ങളെ SFCയിലെ സന്തോഷം സന്തോഷം, കുറെ സന്തോഷം. ഇത് ശ്രീജിത്ത് അങ്കിൾ, പിന്നെ ഇത് ബിജു അങ്കിൾ, ഫാസിലും സുഹൈല്. ഇവര് ഹനയുടെ വക പ്രേതങ്ങൾ. നിങ്ങളിപ്പോ പ്രോപ്പർട്ടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ തുടങ്ങിയല്ലേ? എല്ലാവരും കൊള്ളാം. ശ്രീജിത്ത് അങ്കിള് ഒരു സിംഗറും കൂടിയാണ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്,
കുഞ്ഞമ്മിണി പ്രാവ് എന്തിനി വേണം എന്നരുളീണം പുന്നെല്ലിനവിലോ പൂവൻ കണിയോ തുമ്പപ്പൂ ചോറോ തൂശനില തൻ തുഞ്ചത്തു വച്ച പഴം നുറുക്കോ തിരുനെല്ലി കാവിലേ ആ തിരുനെല്ലി കാവിലെ തിരുതെച്ചി തേൻ പഴം വരുകൽ കണ്ട തേൻ മാവിൽ വിരുന്നു കൂടാൻ പോകാം വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേശു കിളിമകളെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേശു കിളിമകളെ സുഖമോ അമ്മ കിളിതൻ കുശലം തേടും അഴകേ ഇനി നാവൂരു പാടാൻ നീ ഇനി വരും വിഷുനാളിൽ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേശു കിളിമകളേ. മെമ്പർ അല്ലേ, നന്നായിട്ട് പാടാതിരിക്കോ? എന്താ പാട്ട്. അതെ, അടിപൊളിയായിരുന്നു കേട്ടാ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ശ്രേയ. ചേച്ചി എന്തായാലും അടിപൊളി പെർഫോമൻസ് ചേച്ചി. ഓക്കെ, ചോദിക്കാം ചേച്ചി. ശ്രേയ എന്ത് പെർഫോമൻസ് ആണ്. ഓ, ഞാൻ വിചാരിച്ചു സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ കോപ്പറാട്ടിയൊക്കെ കാണിക്കുമ്പോഴേ ചിരിച്ചു പോന്ന് വിചാരിച്ചു. ആള് ഭയങ്കര സീരിയസ്, ഭയങ്കര അഭിനയം. താങ്ക് യു ചേച്ചി. ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു ചേച്ചി. സൂപ്പർ. ഒരു ചിരി ചിരിച്ചേ, അത് മാത്രമാണ് മിസ്സിങ്. ലാസ്റ്റ് ഒരു ചിരിയും കൂടെ ആവായിരുന്നു. ചേച്ചി ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്ക. മതി പ്രേതം. എന്റെ അമ്മോ, ദൈവമേ. ചിരിക്ക്, ട്രൈ ചെയ്. വേണ്ട എന്നിട്ട് തുള്ളേ പ്രേതം. ഇതെന്തത്? അറിയോ ഇനി അത് പ്രേതം ചിരി കീർത്തി പറ്റോ? ട്രൈ ചെയ്. കീർത്തിക്ക് പറ്റും. കീർത്തി ഒന്ന് ട്രൈ ചെയ്. ഒന്ന് ട്രൈ ചെയ്യ്. Come on. കീർത്തി ഒന്ന് അലറ്. ആ, എന്നിട്ടൊരു ഡൗട്ട്, ചിരിച്ച കറക്റ്റ് ആണോ? എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടോ സൈഡിലേക്ക്. എന്നാ അർജു ഒരു ആൺപ്രേതത്തിന്റെ ചിരി കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് പ്ലീസ്. കൊള്ളാം. ഇതേതോ ദോഷത്തിന് മരിച്ച പ്രേതമാണ്. ദോശ കൊടുത്തത് കൊന്നത്. യെസ്, ഒന്ന് ട്രൈ ചെയ്. ആ, പക്ഷെ ഇതിനൊക്കെ റെഡിയാ. ഇതേതോ മുംബൈ പ്രേതമാ. അധോലോക പ്രേതം. യാ. ഹന ചിരിക്കോ? ആ, ഒന്ന് ട്രൈ ചെയ്യും. ആ, ഹനയുടെ. ആ, റെഡി. ഇരുട്ടത്ത് കേട്ടാ പേടിയാവും ഒറ്റക്കിരിക്കുമ്പോ. അതെ. എന്റെ ശ്രേയ ചേച്ചി നല്ല പെർഫോമൻസ് മോളെ. എനിക്ക് എന്തായാലും ഈ ഒരു ആക്ട് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഓർക്കസ്ട്രയും അടിപൊളിയായിട്ട് വായിച്ചു. എല്ലാം കൊണ്ടും മനോഹരമായി. മോളുടെ ശബ്ദത്തിൽ ഇപ്പോഴും ആ ഒരു അടപ്പുണ്ട്. അതൊന്ന് മാറി വരണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല കഴിവുള്ള സിംഗറാണ്, നന്നായിട്ട് പാടുകയും ചെയ്തു. ഒരു പെർഫോമൻസ് രീതിയിലാണ് ഈ ഇത് നോക്കി കാണുന്നത്. അപ്പം പെർഫോമൻസ് എന്ന് പറയുമ്പം ഗംഭീരമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹൊറർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേടിക്കണം. ഞങ്ങളെ കുറെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ എൻജോയ് ചെയ്തു പെർഫോമൻസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശ്രേയ സർ നല്ല പെർഫോമൻസ്. താങ്ക് യു സർ. കാര്യം അത് മൊത്തം ഇത്ര ആളുകൾ, എത്ര 150 എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-12 പേരുണ്ടായിരുന്നു. എന്നാലും അതൊരു 150ന്റെ വികാരം ലാസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഓരോ സൈഡിൽ നിന്ന് ഓരോ പ്രേതങ്ങള്. അത് അടിപൊളിയായിരുന്നു. വലിയതാ. ഇവിടെ മഞ്ചരിയുടെ തലയിലോട്ടൊരു പ്രേതം ചാടി. ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. അതൊക്കെ കൊള്ളായിരുന്നു. നല്ല എന്താ പറയണ്ട, ഒരു ഷാന്റെ അവിടെ വന്നില്ലേ? ഓ, അതൊക്കെ നല്ല നല്ല രസമുള്ള ഒരു പാട്ട്. നിങ്ങളെല്ലാം എന്താ പറയണ്ട, ഈ ഒരു സ്റ്റേജൊക്കെ
യൂട്ടിലൈസ് ചെയ്തു. പിന്നെ പ്രേതങ്ങൾ ഇതിലേതാ പ്രേതം ഏതാ ചത്തത് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ട്വിൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്കും പ്രധാനമായിട്ട് തോന്നിയ അക്ഷരസ്ഫുടതയാണ്. മറ്റൊക്കെ നല്ലതായിരുന്നു. ശ്രേയ, മൊത്തത്തിൽ ഈ ആക്ട് നല്ലതായിരുന്നു. വെരി നൈസ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ ആ സർ. ആ കലക്കി, അടിപൊളിയായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്കായി. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ ട്വിൻസിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം രണ്ടുപേരും സെയിം ഡ്രസ് ഇട്ടിട്ട് വന്നപ്പോൾ രണ്ട് സെപ്പറേറ്റ് പ്രേതങ്ങൾ പോലെ. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരാളുടെ പ്രേതം മറ്റേത് അല്ല, പ്രേതം എന്ന് പറയുമ്പോ ഇപ്പോ ഇന്റെ പ്രേതത്തിന് മുന്നിൽ ഒരാളുണ്ടാവാം ഒരേ ഡ്രസ് ഇട്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാര്. എല്ലാം ഇതെന്താ ഗുമ്പിടിയോ? അതാ അതുപോലെ അതെ അതെ അതുപോലെ. ടു മച്ച് എന്തായാലും ശ്രേയ കാലക്കി. താങ്ക് യു സർ. ഒരുപാട് കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പാട്ടിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസും ഉണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം ഈ ഒരു പാട്ടിന്, എന്നാലേ വർക്ക് ആവുള്ളൂ. ആ ഒരു നോട്ടമാണെങ്കിലും ശരി, ആ ഒരു ഹോൾ ആക്ടിനെ അത് ഭയങ്കരമായിട്ട് അത് കോംപ്ലിമെന്റ് ചെയ്യും. അത് എല്ലാവരും അസലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. MG സർ. ശ്രേയ, ആ സർ. പെർഫോമൻസ് വൈസ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. പാട്ടും നന്നായിട്ട് പാടി. പിന്നെ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, കളം മായ്ക്കാതെ, അത് കഴിഞ്ഞ് വരുന്ന പറന്നുപോയി, അവിടെ നിന്ന് പാടിക്കേ പ്ലീസ്. സംഗതിയുണ്ട്. അത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചരണത്തിൽ വരി മറന്നുപോയോ? എനിക്കങ്ങനെ വെറുതെ ആ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൂപ്പർ. ഉയരിന്റെ വാർത്തിങ്കളായി തരുമോ ഈ മണ്ണിൽ തോരാത്ത പാൽമണം. ആഹാ, നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഇടയ്ക്ക് കുറച്ച് ഒരു സ്ഥലത്തൊക്കെ ഒരു ചെറിയ ഒരു ലാഞ്ചന വന്നു. എനിക്ക് തോന്നി ഈ ശബ്ദത്തിന്റെ ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും പാട്ട് നന്നായിരുന്നു, പെർഫോമൻസ് നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് വെക്കാം. ചോദിക്കാം. ചേച്ചി. ശ്രേയക്ക് ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ശരത് സർ. 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ ആ സർ. 9.1. താങ്ക് യു സർ. MG സർ. കൃത്യമായിട്ടൊരു പ്രേത മാർക്ക്, പ്രേതാത്മകമായ ഒരു പാട്ട്. കിഡിങ്. Okay. താങ്ക് യു സർ. So total 27.1. താങ്ക് യു ചേച്ചി. ഓക്കേടാ.